അമേരിക്കയിലെ ബാൾട്ടിമോർ പാലം കപ്പലിലിടിച്ചു തകർന്നതിനു പിന്നാലെ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യക്കാർക്കെതിരെ വംശീയ അധിക്ഷേപം. അപകടത്തിന് തൊട്ടുമുൻപുള്ള കപ്പലിനുള്ളിലെ ദൃശ്യം എന്ന പേരിലാണ് ഗ്രാഫിക് കാർട്ടൂൺ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത്. ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം പ്രതിഷേധാർഹമാണെന്ന് ചിലർ പ്രതികരിച്ചു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് കാർട്ടൂൺ തയ്യാറാക്കിയത്. നീളമുള്ള ലക്കോട്ടി മാത്രം ധരിച്ച് അർദ്ധനഗ്നരായി നിലവിളിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇന്ത്യക്കാരെ കാർട്ടൂണിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ പരസ്പരം പഴിച്ചുകൊണ്ട് അസഭ്യവർഷം നടത്തുന്ന ഓഡിയോയും ചേർത്തിട്ടുണ്ട്. ഇന്ത്യക്കാരെ അപമാനിക്കുന്നതിനു പുറമെ കപ്പലിലെ ജീവനക്കാർക്കെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് കാർട്ടൂണുകളെന്നും ആക്ഷേപമുണ്ട്. അതേസമയം പാലം തകർന്നുണ്ടായ അപകടത്തിൽ അവശിഷ്ടങ്ങൾ മാറ്റാൻ കൂറ്റൻ ക്രെയിനുകൾ കൊണ്ടുവന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ മുങ്ങുന്നത് അപകട സാധ്യതയുള്ളതിനാൽ 4 തൊഴിലാളികളുടെ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ്. പാലം തകരാൻ കാരണമായ കപ്പൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടേതാണ്. പാലക്കാട്ടുകാരനായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള സിനർജി മറൈൻ ഗ്രൂപ്പ് എന്ന കമ്പനിയായിരുന്നു കപ്പലിന്റെ മാനേജിംഗ് ചുമതല. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കപ്പൽ പുറപ്പെട്ടത്. ഏകദേശം 1:30 ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിന്റെ തൂണിലേക്ക് കപ്പൽ ഇടിച്ചു കയറിയിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പാലം പൂർണ്ണമായും തകർന്ന് നദിയിലേക്ക് വീണു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.